മനസ്സിലുള്ള ആശയങ്ങളെ സൃഷ്ടികളാക്കാൻ പരിമിതികൾ തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് ഒരു കൊച്ചുമിടുക്കൻ. പാലക്കാട് സുൽത്താൻപേട്ട GLP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥി അമീനാണ് പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തുന്നത്. അമീന്റെ വിശേഷങ്ങളിലേക്ക്. മനസ്സിലുള്ള ആശയങ്ങൾ കടലാസിലേക്ക് പകർത്താൻ കാഴ്ചാപരിമിതിയൊന്നും അമീന് തടസ്സമല്ല. കഥകളായും ചിത്രങ്ങളായും കുട്ടിക്കവിതകളായും അമീനത് കുറിച്ചിടും. ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അടുക്കിലേക്കും ആ രചനകളെത്തി. പിന്നാലെ അമീന് ആശംസയറിയിച്ച മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും. അമീൻ മിടുക്കനായി വളരൂ. യാക്കര സ്വദേശി അഡ്വക്കേറ്റ് നൌഫലിന്റെയും ഷാഹിദയുടെയും 3 മക്കളിൽ ഇളയവനായ അമീൻ സുൽത്താൻപേട്ട GLP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 95% കാഴ്ച പരിമിതിയുണ്ട്. എന്നാൽ ഇതൊന്നും ഈ മിടുക്കനെ ബാധിക്കില്ല. പുസ്തകം കണ്ണിനോട് ചേർത്ത് വെച്ച് പെൻസിൽ കൊണ്ടാണ് എഴുതുക. അതിനു മുകളിൽ പേന ഉപയോഗിച്ചെഴുതി അക്ഷരങ്ങളുടെ വലുപ്പം കൂട്ടും. അങ്ങനെ എഴുതിയാലേ അമീന് വായിക്കാനാവൂ. ചിത്രം കാണിച്ചു കൊടുക്കുമ്പോൾ അമീൻ ഭാവനയിലൂടെ കഥകൾ പറയും, കവിതകൾ എഴുതും. അമീൻ കുറിച്ചിട്ട കഥകൾ എന്റെ കഥകൾ എന്ന പേരിൽ വിദ്യാലയം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുകയാണ്. അമീൻ വിദ്യാലയത്തിന്റെ അഭിമാനമാണെന്ന് പ്രധാനാധ്യാപകരും പറയുന്നു. ചെറിയ രീതിയിൽ വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടിയാണ്. എങ്കിലും അവനെ അതിജീവിച്ചുകൊണ്ട് അവൻ എല്ലാ മേഖലയിലും നല്ല കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അവൻ രചിച്ച കഥകൾ, അതുപോലെ കവിതകൾ, മറ്റു സൃഷ്ടികൾ എല്ലാം കൂടി ക്ലാസ് ടീച്ചർ ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് ഞങ്ങൾ സ്കൂളിൻ്റെ മികവുത്സവത്തിൽ അത് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ അർത്ഥത്തിൽ സ്കൂളിന് അഭിമാനമാണ്. എല്ലാവിധ ആശംസകളും അമീന് നേടുന്നു. കഥകളും കവിതകളുമെല്ലാം ഒരിക്കൽ പറഞ്ഞുകൊടുത്താൽ അമീൻ ഓർത്തുവെക്കും. ഒഴുക്കോടെ മലയാളവും ഇംഗ്ലീഷും സംസാരിക്കുമെന്നും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുമെന്നും അധ്യാപിക സക്കീറ ബാനു പറയുന്നു. അവന് ചെറിയൊരു കാഴ്ച വൈകല്യമുണ്ട്. എങ്കിലും അവൻ എല്ലാ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും എഴുതുകയും വായിക്കുകയും ചെയ്യുന്നു. അവൻ സ്വന്തമായി പല രചനകളും നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂൾ നാളെ പഠനോത്സവത്തിന് അത് പുസ്തകമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അമീൻ ഇനിയും എഴുതും. കഥകളോടും കവിതകളോടും കൂട്ടുകൂടിയും ചിത്രങ്ങൾ വരച്ചും എന്റെ കഥകളിൽ താളുകൾ കൂട്ടും. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.